ഉമ്മാന്റെ പൊരുത്തം നമുക്ക് ആവശ്യമാണ്. ഇത് പറയുമ്പോ ചിലര് ചോദിക്കും, ഉസ്താദേ അതിന് എന്റെ ഉമ്മ മരണപ്പെട്ടല്ലോ, എന്റെ ഉപ്പ മരണപ്പെട്ടല്ലോ. സംഗതി ഞാനും ഉമ്മയും തമ്മിൽ, ഞാനും ഉപ്പയും തമ്മിൽ ചില കശവിശകളൊക്കെ ഉണ്ടായിപ്പോയിട്ടുമുണ്ടല്ലോ. ഇനി എന്തു ചെയ്യാനാ? പല ആളുകളും ഇരുന്ന് ചിന്തിക്കുന്ന യാഥാർത്ഥ്യം അതായിരിക്കാം. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചത് കാണാം, അങ്ങനെ മരണപ്പെട്ടു പോയാൽ നിന്റെ മാതാപിതാക്കളെ പൊരുത്തപ്പെടിക്കാൻ എന്താണ് മാർഗം? 3 മാർഗങ്ങൾ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് കാണാം. ഒരു മാർഗം, നിന്റെ മാതാപിതാക്കളെ നിരന്തരമായി സിയാറത്ത് ചെയ്യലാണ്. ഖബറിൽ കിടക്കുന്ന നിന്റെ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഖബർ നിരന്തരം സിയാറത്ത് ചെയ്യലാ. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സാധാരണ ഖബർ സിയാറത്തില്ലല്ലോ. ആ സ്ത്രീകളോ അവർക്ക് വേണ്ടി ധാരാളം ഖുർആൻ ഓതി ഹദിയ ചെയ്യലാണ്, അവർക്ക് വേണ്ടി ധാരാളം ഖുർആൻ ഓതി പ്രാർത്ഥിക്കലാണ്. പുരുഷന്മാർ നേരിട്ട് ചെന്ന് സിയാറത്ത് ചെയ്ത് ദുആ ചെയ്യലാണ്. നിരന്തരമായി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷമൊക്കെ മാതാപിതാക്കളെ സിയാറത്ത് ചെയ്യുന്നതിന് വലിയ പുണ്യമാണ്. നിരന്തരം നിന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്തോ. ജീവിതകാലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതൊരു മാർഗമാ. രണ്ടാമത്തെ മാർഗം പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് കാണാം, ഇഷ്ടപ്പെട്ട ഉപ്പാന്റെ കുടുംബക്കാരില്ലേ, ഉമ്മ ഇഷ്ടപ്പെട്ട ഉമ്മാന്റെ കുടുംബക്കാരില്ലേ, അവരിലൂടെ എല്ലാം ചെന്ന് ബന്ധങ്ങൾ അങ്ങ് പുതുക്കിക്കോ. അവരോടൊക്കെ നിരന്തരം ബന്ധപ്പെട്ടോ. നീ ബന്ധപ്പെടുന്നത് നിന്റെ ഉപ്പ ഖബറിൽ അറിയും, നീ ബന്ധപ്പെടുന്നത് നിന്റെ ഉമ്മ ഖബറിൽ അറിയും. അപ്പോൾ നിന്റെ ഉപ്പക്കും ഉമ്മക്കും മനസ്സിനൊരു സന്തോഷം വരും. അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാക്കിയിട്ട് ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തം തിരിച്ചു നേടിക്കോ. മൂന്നാമത്തെ മാർഗം പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് കാണാം, ഉമ്മാന്റെയും ഉപ്പാന്റെയും പേരിൽ ധാരാളം സ്വതക്ക ചെയ്തോ. ഞാനിവിടെ വരുമ്പോ അറിഞ്ഞത്, ഈ പള്ളിക്ക് വേണ്ടി പള്ളിയുടെ പരിസരത്ത് മദ്രസ ഉണ്ടാക്കുന്നു എന്ന വിവരമാണ്. മദ്രസയുടെ നവീകരണത്തിന് കമ്മിറ്റി അധ്വാനിക്കുന്നു എന്ന വിവരമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നിന്റെ ഉമ്മാന്റെ പേരിൽ നിന്നെ കൊണ്ട് കഴിയുന്ന വലിയ സ്വതക്ക ചെയ്തോ. ഉപ്പാന്റെ പേരിൽ വലിയ സ്വതക്ക ചെയ്തോ. ആ പ്രതിഫലം ഖബറിൽ ഉമ്മാന്റെ അടുക്കലെത്തുമ്പോ, ആ പ്രതിഫലം ഖബറിൽ ഉപ്പാന്റെ അടുക്കലെത്തുമ്പോ നിനക്കതുകൊണ്ട് വിജയം കിട്ടാൻ അത് കാരണമാകും. മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടാൻ അത് കാരണമാകും. അതുകൊണ്ട് സ്വതക്ക ചെയ്തോ. മദ്രസകൾ അതിന് നല്ല വഴിയാണ്, പള്ളികൾ അതിന് നല്ല മാർഗമാണ്, അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾ അതിന് നല്ല മാർഗമാണ്. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണോ, മരണപ്പെട്ടവരുടെ പൊരുത്തം നേടണോ, അവരുടെ മേൽ ദാനധർമ്മം വർദ്ധിപ്പിച്ചോ. അബുൽ ലൈഥി സമർഖന്ദി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാര് ഈ വിഷയം നമ്മെ പഠിപ്പിച്ചത് കാണാം.